യുഎസിനും ഇറാനും ഇടയിൽ നടക്കുന്ന മധ്യസ്ഥ കൂടിയാലോചനകൾ പൂർണ്ണമായ ധാരണയിലെത്താൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് ഖത്തർ. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഏത് സംഘർഷത്തിന്റെയും കെടുതികൾ അനുഭവിക്കുന്നത് ജനങ്ങളാണ് എന്നും ശാശ്വതമായ പരിഹാരമാണ് ഖത്തർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു. അബ്ബാസ് മുഹമ്മദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ ഒരു യുദ്ധം താൽക്കാലികമായി നിർത്തിയെന്ന് പറയുമ്പോൾ ആശ്വാസമാണ്, പക്ഷേ ഇത് പുനരാരംഭിക്കുമെന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആശങ്കയിലാവുന്നത്. അതിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും ഗൾഫ് രാജ്യങ്ങളാണ്. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കുമെന്നുള്ള ഭീഷണി തുടരെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയാണ്. എന്താണ് ഖത്തറിന്റെ നിലപാട്? എങ്ങനെയാണ് അവർ ചർച്ചയെ കാണുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഈ ആക്രമണം പുനരാരംഭിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്രകാരം ഖത്തർ അമീറിന്റെയും അതുപോലെ UAEയുടെയും സൗദിയുടെയും ഭരണാധികാരികളുടെ ഒരു നിർദ്ദേശപ്രകാരം, അവരുടെ അഭ്യർത്ഥന പ്രകാരം ഈ ഒരു ആക്രമണം താൽക്കാലികമായി ഹോൾഡ് ചെയ്യുന്നതാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നാലെയാണ് പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ ഖത്തറിന്റെ ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി വ്യക്തമാക്കിയത്. പ്രധാനമായിട്ടും അദ്ദേഹം ഇന്ന് സംസാരിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ ഡീഎസ്കലേഷനുമായി ബന്ധപ്പെട്ട കാര്യവും മറ്റൊന്ന് ഹോർമുസുമായി ബന്ധപ്പെട്ട കാര്യവുമാണ്. ആദ്യമായിട്ട് ഈ ഖത്തറിൽ ഈ മേഖലയിലാകെ സമാധാനം വരണമെങ്കിൽ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പിന്തുണ നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആദ്യമായിട്ട് പങ്കുവച്ചത്. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളെ ഡോക്ടർ മാജിദ് അൽ അൻസാരി വളരെ വിശദമായ രീതിയിൽ തന്നെ അതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ഖത്തർ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള മീഡിയേഷൻ റോളിൽ ആരെങ്കിലും വരേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. എങ്കിലും സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജിന്, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സമാധാന പാക്കേജിന് അതിന് സമയമെടുക്കുമെന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഖത്തർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്നാൽ കൂടുതൽ സമയം പാകിസ്ഥാൻ അനുവദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഖത്തർ പ്രധാനമന്ത്രി നിരവധി രാഷ്ട്ര നേതാക്കളുമായി ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിൽ കൂടിക്കാഴ്ചകൾ അതോടൊപ്പം തന്നെ കാര്യമന്ത്രിമാരുമായി GCCയിലെയും അതുപോലെ ഇറാനിലെയും മന്ത്രിമാരുമായി അദ്ദേഹം ഫോണിൽ ആശയവിനിമയം നടത്തിയിരുന്നു. അബ്ബാസ് അറാഖ്ജിയുമായി സംസാരിച്ചിരുന്നു. സൗദി വിദേശകാര്യമന്ത്രി അതുപോലെ ഈജിപ്ത് വിദേശകാര്യമന്ത്രി, UAE വിദേശകാര്യമന്ത്രി, ഇവരുമായൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുള്ള സംഭാഷണങ്ങൾ ഖത്തർ പ്രധാനമന്ത്രി നടത്തിയിരുന്നു. ഇതോടുകൂടി തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഹോർമുസുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ മാജിദ് അൽ അൻസാരി നിലപാടുകൾ വ്യക്തമാക്കിയത്. അഥവാ ഹോർമുസ് അടച്ചിടുക എന്നുള്ളത്, അതുപോലെ ഹോർമുസിനെ രാഷ്ട്രീയ ഒരു ആയുധമായി ഉപയോഗിക്കുക എന്നുള്ളത് അത് തികച്ചും തെറ്റാണ്. അതിനെ ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കരുത്. ഹോർമുസ് ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയാണ്. അതിന് ഏതെങ്കിലും കക്ഷിക്ക് അതിന്മേൽ സ്വാതന്ത്ര്യം സ്ഥാപിക്കാനുള്ള ഒരു അവകാശമില്ല എന്ന് ഇറാനെ നേരിട്ട് തന്നെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ഖത്തറിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടെന്ന് പറയുന്നത് ഹോർമുസ് അടച്ചിടരുത്, അത് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരവകാശമുണ്ട് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെയുള്ള ഖത്തറിൻ്റെ ഒരു എസൻഷ്യൽ ചരക്കു ഗതാഗതവുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ അവശ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം അത് ഉണ്ടാക്കിയിട്ടില്ല. ഹോർമുസ് അടച്ചത് ഒരാഘാതം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അന്താരാഷ്ട്ര ഊർജ്ജ മേഖലക്ക് അതുണ്ടാക്കിയ പ്രത്യാഘാതം അത് ചെറുതല്ല. അത് അടച്ചിടുന്നത് ഇന്ത്യ അടക്കമുള്ള, അതുപോലെ യൂറോപ്പ് അടക്കമുള്ള മറ്റു ലോകരാഷ്ട്രങ്ങളിലേക്ക് അടക്കമുള്ള ഊർജ്ജ വിതരണത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അതിനിയും അടച്ചിടുന്നത് തുടർന്നു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര എക്കോണമിയിൽ, അതുപോലെ തന്നെ ഊർജ്ജ വിതരണത്തിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ചില്ലറയായിരിക്കില്ല, ചെറുതായിരിക്കില്ല എന്നാണ് ഡോക്ടർ മാജിദ് അൽ അൻസാരി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഒരു സെക്കൻഡറി മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ ഖത്തർ കൂടുതൽ അതിൻ്റെ റോളുകൾ ഉത്തരവാദിത്തോടു കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും ഖത്തർ വരുന്നുണ്ട്. ജീന. ശരി അബ്ബാസ്, ഏതായാലും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് ഖത്തറും പുലർത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങളെ അനുവദിക്കണമെന്ന് ഞങ്ങളുടെ അവകാശം, ഖത്തറിന്റെ അടക്കം അവകാശമാണ് എന്നും ഖത്തർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒപ്പം ഇങ്ങനെ ഹോർമുസ് അടച്ചിടുകയാണെങ്കിൽ അതിന്റെ ദൂരവ്യാപക പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് ഖത്തർ ഓർമ്മിപ്പിക്കുന്നു.